അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അറേബ്യയിലെ ഒരു നാട്ടുരാജ്യത്തിൻ്റെ രാജാവാണ് അബ്ദുള്ള. സത്യവിശ്വാസത്തിലൂടെ സായുജ്യം തേടുന്ന സാധ്വി, ആദർശങ്ങൾക്കപ്പുറം ആഗ്രഹങ്ങൾക്ക് നീളം വയ്ക്കാത്ത മാന്യൻ. ഇതൊക്കെ കൊണ്ട് തന്നെ നീതിയുടെ നിലവാരമായിരുന്നു ആ നാട്. അബ്ദുള്ളയുടെ ഭാര്യയാണ് അസൂറ. അങ്ങനെ അബ്ദുള്ള ഒരു ദിവസം ഹജ്ജിന് പോകാൻ ഒരുങ്ങുകയാണ്. വിരഹം നോവുകളാവുമ്പോൾ അറിയാതെയെങ്കിലും ഒന്ന് നടുങ്ങാതിരിക്കുന്നതെങ്ങനെ? അസൂറയെയും വിരഹം വേദനിപ്പിക്കുക തന്നെ ചെയ്തു. ഭർത്താവ് അബ്ദുള്ള ഹജ്ജിന് പോവുകയാണ് നാളെ. എത്ര വേഗമാണ് ആ നാളെ കടന്നു വന്നത്. മാളികയ്ക്ക് പുറത്ത് വലിയൊരു സംഘം ഹജ്ജ് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അബ്ദുള്ളയാണ് സംഘത്തലവൻ. ഹജ്ജിന് തന്നെയും കൂടെ കൂട്ടുമെന്ന് തന്നെ അസുറ ആശിച്ചിരുന്നു. അതുണ്ടായില്ല. എന്നെ ഒഴിവാക്കുകയാണോ? ഭർത്താവ് യാത്രാ ലക്ഷ്യം അറിയിച്ചപ്പോൾ അസുറ ചോദിച്ചു. അസുറ എപ്പോഴും കൂടെയുണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്നാലും ഇപ്പോൾ ഇത് വേണ്ടെന്ന് വയ്ക്കുന്നു. എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല അസുറ, എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടം ഏറിപ്പോയത് കൊണ്ടാണ്. എന്താ അങ്ങനെ? പ്രിയേ, ഈ ലോകത്ത് നിന്നേക്കാൾ ഞാൻ മറ്റൊരു മനുഷ്യനില്ല. ആ ഇഷ്ടമാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. ഞാൻ പോകുന്നത് ഹജ്ജിനാണ്. നീ ഒപ്പമുണ്ടായാൽ നിന്നെക്കുറിച്ചാവും എൻ്റെ ചിന്ത. എൻ്റെ താല്പര്യങ്ങൾ നിൻ്റെ ഇഷ്ടങ്ങളോടൊട്ടി നിൽക്കും. നിൻ്റെ സുരക്ഷിതത്വമാവും എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കും. അതുമൂലം ഞാൻ എൻ്റെ റബ്ബിനെ മറന്നു പോവും. അത് എൻ്റെ ഹജ്ജിൻ്റെ വിശുദ്ധിയെ തന്നെ ബാധിക്കും. ഉല്ലാസയാത്രയല്ലല്ലോ ഹജ്ജ്. ക്ഷമിക്കൂ പ്രിയേ, അള്ളാഹു അനുഗ്രഹിച്ചാൽ നമുക്കൊരുമിച്ചൊരു ഹജ്ജെങ്കിലും ചെയ്യാം. എന്നാൽ അങ്ങ് സന്തോഷമായി പോകൂ. യാത്ര തുടങ്ങിയാൽ എന്നെ മറന്നേക്കൂ. അള്ളാഹു മാത്രമല്ലേ നമുക്ക് തുണയായുള്ളൂ. ഒരു വേളയിലും അവനെ മറക്കരുത്. അസൂറയെ നിത്യമായി മറന്നാലും അത് നഷ്ടമല്ല. അള്ളാഹുവിനെ മറന്നു പോയാൽ അത് തീരെ നഷ്ടമാവും. നിന്നെ മറക്കാൻ എനിക്കാവുമോ? ആവണം. ആരാധനയുടെ അർത്ഥതലങ്ങൾക്കിടയിൽ അസൂറയ്ക്ക് ഒരു സ്ഥാനമുണ്ടാവരുത്. പക്ഷേ അസുറ വിങ്ങിപ്പോയി. അങ്ങ് കഅബയുടെ കില്ല തൊടുമ്പോൾ ഈ അസൂറയെ ഓർക്കണം. ഈ അസൂറയുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. അതും പോരാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിന് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ ഭാര്യ അസൂറ അവിടത്തേക്ക് സലാം പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ്. മഹ്ശറയിലെ തിളങ്ങുന്ന ചൂടിൽ അവിടത്തെ കൊടികീഴിൽ അസൂറയ്ക്കും ഇടം കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഈ അസൂറയെയും ഉൾപ്പെടുത്തണേ എന്ന് അസുറ കരഞ്ഞുപോയി. ഞാനിത് മറക്കില്ല അസുറ. അസുറ ഭർത്താവിൻ്റെ മാറിൽ മുഖമോർത്ത് നിന്നു തേങ്ങി. ഈ പാപിയായ അസുറയ്ക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണേ. നീ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ അവരുടെ ആലിംഗനം ആത്മനിവൃത്തിയുടെ അർത്ഥതലത്തിലേക്ക് പറന്നു ഉയരുന്നതാകും വിധം ചിറകുകൾ വിടർത്തിയില്ല. വിരഹത്തിൽ ഉരുകിത്തിളച്ച നോവുകൾ കണ്ണുനീരായി പെയ്തിറങ്ങി. തേങ്ങലുകൾക്ക് താളം കിട്ടാതെ തത്രപ്പെടുകയാണ് അസൂറ. നീ കരയുന്നതെന്തിന്? അബ്ദുള്ള വിതുമ്പിപ്പോയി. എനിക്ക് ഭയമാകുന്നു. എന്തിന്? വിചാരിക്കാതെയാണ് വേർപാടുകളെത്തുക. ജീവിതം അള്ളാഹുവിൻ്റെ വഴികളിലൂടെ കൂട്ടായ്മയിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഇന്നത്തെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വീഡിയോ ഫുള്ള് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു കുഞ്ഞു കഥയാണ്. അപ്പോൾ ഈ കഥ എല്ലാവരും കേൾക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. ഇനി അടുത്ത പുതിയൊരു കഥയോ അറിവോ സ്വലാത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.